എല്ലാവർക്കും നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് വൃഷ്ണത്തിൽ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഓർക്കാൾജിയ എന്നുള്ള കണ്ടീഷനാണ് ഇത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുണ്ടാവുന്ന വൃഷ്ണത്തിലുണ്ടാവുന്ന വേദനയെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പുരുഷന്മാരിൽ പലർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വൃഷ്ണവേദന അനുഭവപ്പെടാതിരിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന വൃഷ്ണവേദനയുടെ കാരണം എന്താണ്, എപ്പോഴാണ് നമ്മളതൊരു എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, ഇത്തരത്തിൽ വരുന്നത് നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. പല പുരുഷന്മാരിലും ഇത്തരത്തിൽ വൃഷ്ണത്തിലുണ്ടാകുന്ന വേദന, അതിൻ്റെ സീരിയസ്നെസ് എന്താണ് എന്ന് പലപ്പോഴും അറിയാതെ പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നത് അതൊരു അവെയർനെസ് എന്നുള്ളൊരു രീതിയിലാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാറ്. പലപ്പോഴും സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും, പലപ്പോഴും നമ്മൾ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട് വീഡിയോസുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിനെ ഒരു നെഗറ്റീവായിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഓർഗൻസിനുണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അവ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട അസുഖങ്ങളുമാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായ രീതിയിൽ അത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാറുള്ളത്. പോസിറ്റീവായി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാണേണ്ടത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് വൃഷ്ണത്തിലുണ്ടാവുന്ന വേദനകൾ, എന്തൊക്കെ കാരണത്താലാണ് വൃഷ്ണവീക്കം ഉണ്ടാവുക എന്നുള്ളത്. വൃഷ്ണത്തിലുണ്ടാവുന്ന വേദന ഓർക്കാൾജിയ എന്നാണ് പറയാറുള്ളത്. വൃഷ്ണത്തിലോ വൃഷ്ണസഞ്ചിയിലോ അനുഭവപ്പെടുന്ന വേദനയാണ് നമ്മൾ ഓർക്കാൾജിയ എന്ന് പറയാറുള്ളത്. ചിലപ്പോൾ ഇത് അക്യൂട്ടായിട്ടുള്ള ഓർക്കാൾജിയ, പെട്ടെന്നുണ്ടാകുന്ന വേദനയായിട്ട് ഉണ്ടാവാറുണ്ട്. ചില ആളുകളിൽ ഇത് ക്രോണിക് ഓർക്കാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ആയിട്ടുണ്ട്. 3 മാസത്തിലധികം ഇത്തരത്തിലുണ്ടാകുന്ന ടെസ്റ്റിസിനുണ്ടാകുന്ന അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിയിലോ വൃഷ്ണത്തിലോ ഉണ്ടാകുന്ന വേദനയാണ് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ഓർക്കാൾജിയ എന്ന് പറയാറുള്ളത്. ഇനി ഇത്തരത്തിൽ ഈ ഓർക്കാൾജിയ അല്ലെങ്കിൽ വൃഷ്ണത്തിലുണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന കണ്ടീഷൻസ്, എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൃഷ്ണത്തിലുണ്ടാകുന്ന അണുബാധ. അതായത് എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത് വൃഷ്ണത്തിൻ്റെ ബാക്കിലുണ്ടാകുന്ന ആ ഒരു ഭാഗത്തുണ്ടാകുന്ന അണുബാധ മൂലം ആ ഭാഗത്ത് വേദനയും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പെയിൻ ഉണ്ടാവും, പനി ഉണ്ടാവുക തുടങ്ങിയവയൊക്കെയാണ് ഇത്തരത്തിലുണ്ടാകുന്ന ഓർക്കൈറ്റിസ് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. മറ്റൊരു ഇൻഫെക്ഷനാണ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന അണുബാധ. അത് വൈറസ് മൂലം ബാക്ടീരിയ മൂലം ഒക്കെ നമ്മുടെ വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാകുന്ന അണുബാധേനെയാണ് അത്തരത്തിൽ പറയുന്നത്. അതും ഒരു വൃഷ്ണവേദനയ്ക്ക് റീസൺ ആവാറുണ്ട്. മറ്റൊരു കാരണമാണ് വെരിക്കോസിൽ. നമ്മൾ പൊതുവെ കോമൺലി കേൾക്കുന്ന ഈ ഒരേ ഒരു റീസൺ വെരിക്കോസിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. പലപ്പോഴും പേഷ്യൻസ് ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ആയിട്ടും അല്ലെങ്കിൽ സ്പേം കൗണ്ട്, ലോ സ്പേം കൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴും നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ പറയാറുള്ളത് അവർക്ക് ഇത്തരത്തിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മളതൊരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എഴുതി കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടായിട്ടാണ് പേഷ്യൻ്റ് പലപ്പോഴും പറയുക, ഡോക്ടറെ ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതും വെരിക്കോസിൽ എന്നുള്ള കണ്ടീഷൻസ് മൂലം ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. അതായത് വെരിക്കോസിൽ എന്ന് പറയുന്നത് വൃഷ്ണത്തിൽ ഉണ്ടാകുന്ന ഞരമ്പുകൾ തടിച്ചു കൂടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസിൽ എന്നുള്ള കണ്ടീഷൻസ്. ഇതുമൂലം നിൽക്കുമ്പോൾ വേദന ഉണ്ടാവുക, ടെസ്റ്റിസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക, അതുപോലെ തന്നെ ആ ഭാഗത്തിന് ഒരു ഭാരം മാതിരി ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസിൽ എന്നുള്ള കണ്ടീഷൻസ്. മറ്റൊരു കണ്ടീഷനാണ് ഹൈഡ്രോസിൽ. വൃഷ്ണത്തിന് ചുറ്റും ഒരു ദ്രാവകം അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥ, ഹൈഡ്രോസിൽ എന്നുള്ള കണ്ടീഷൻ. പനിവീക്കം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കോമൺലി കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രോസിൽ. ഇതും വൃഷ്ണത്തിന് വേദന ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഗോയിനൽ ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിൻ്റെ ഭാഗം നമ്മുടെ ഞരമ്പിൻ്റെ അടിഭാഗത്ത് കൂടെ സ്ക്യൂസ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷനാണ് ഇൻഗോയിനൽ ഹെർണിയ. ഇത്തരത്തിലുണ്ടാവുമ്പോഴും നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ ഹെർണിയ, ഇൻഗോയിനൽ ആ ഭാഗത്ത് ഉണ്ടാകുന്ന ഹെർണിയ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ്, ഇത്തരത്തിൽ കാണുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോഴാണ് അവർ പറയാറുള്ളത്, ഡോക്ടറെ എനിക്ക് ഇത്തരത്തിൽ ലിംഗത്തിൻ്റെ, അതായത് വൃഷ്ണസഞ്ചിയുടെ ഭാഗങ്ങളിലും പെയിൻ ഉണ്ടാവാറുണ്ട്. അതും ഇൻഗോയിനൽ ഹെർണിയ മൂലവും ഇത്തരത്തിലുണ്ടാകാറുണ്ട്. മറ്റൊരു റീസണാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോണിൻ്റെ വേദന പലപ്പോഴും നമ്മുടെ വൃഷ്ണത്തിലേക്കും ആ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് വൃഷ്ണങ്ങൾക്ക് ഉണ്ടാകുന്ന പരിക്ക്, എന്തെങ്കിലും ഇഞ്ചുറീസുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് വൃഷ്ണത്തിന് വേദന ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് നാഡീവേദന. നാഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാവുകയാണെങ്കിൽ, നാഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, ഇത്തരത്തിൽ ആ ഏരിയയിൽ നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലും വൃഷ്ണത്തിന് വേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ഈ ടെസ്റ്റിക്കുലർ ടോർഷൻ ഒരു എമർജൻസി കണ്ടീഷനാണ്. ടെസ്റ്റിക്കിളിലേക്കുള്ള രക്തോട്ടം ബ്ലോക്ക് ആവും, തടസ്സപ്പെടുന്നത് മൂലമാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റിക്കുലർ ടോർഷൻ വരുന്ന ഒരു സമയത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഛർദി ഉണ്ടാവും, അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും, നടക്കാൻ പ്രയാസം ഉണ്ടാവും, ആ ഭാഗങ്ങളിൽ വീക്കം അനുഭവപ്പെടുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ.
അപ്പോൾ അത്തരത്തിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എമർജൻസി ആയിട്ട് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വൃഷ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ എമർജൻസി ആയിട്ടുള്ള ഈ ടെസ്റ്റിക്കുലർ ടോർഷൻ എന്നുള്ള കണ്ടീഷൻ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ ടെസ്റ്റിക്കുലർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ട ഹോം റെമഡീസുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പ്രോപ്പറായിട്ട് വിശ്രമം എന്നുള്ളതാണ്. നല്ല രീതിയിൽ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് പ്രോപ്പർ വിശ്രമം എടുക്കുക എന്നുള്ളത്, റെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് നമ്മുടെ സ്ക്രോട്ടൽ സപ്പോർട്ടാണ്. സ്ക്രോട്ടത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ള അണ്ടർവെയർസ് ധരിക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ചൂടുവെള്ളത്തിലുള്ള കുളി നമ്മുടെ മസിലുകളുടെ പിരിമുറക്കം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. മതിയായിട്ട് വെള്ളം കുടിക്കുക. കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യുക. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മലബന്ധം ഒഴിവാക്കുക. നമ്മൾ ഈ മലബന്ധം അതികഠിനമായിട്ട് നമ്മൾ പ്രഷറൊക്കെ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മലബന്ധം ഒഴിവാക്കുക, അതായത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ. മറ്റൊരു പ്രധാനമായിട്ട് ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു 1 അവറിൻ്റെ ഉള്ളിലൊക്കെ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നടന്ന് വന്നതിന് ശേഷം വീണ്ടും അതേ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറേ നേരം ദീർഘനേരം ഇരുന്നിട്ടുള്ള ജോലികൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ നേരം ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ജനറൽ മാനേജ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ്. മദ്യപാനമുള്ള വ്യക്തികളാണെങ്കിൽ അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് വ്യായാമം ശീലാക്കുക. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവ കൃത്യസമയത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. നമുക്കുണ്ടാകുന്ന ഈ വേദന 24 മുതൽ 48 മണിക്കൂർ വരെ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വേദന ഉണ്ടാവുക, ആ ഭാഗങ്ങളിൽ വേദനയോടൊപ്പം തന്നെ വീക്കം ഫീൽ ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഇത് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുണ്ടാകുന്ന വേദന 24 മുതൽ 48 മണിക്കൂർ വരെ നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വീക്കം ഫീൽ ചെയ്യാണ്, മൂത്രത്തിൽ നിറവ്യത്യാസം, അതായത് മൂത്രത്തിൽ രക്തം കലർന്നിട്ടുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുണ്ടാകുന്ന വീക്കത്തോടൊപ്പം തന്നെ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് എത്തേണ്ടതാണ്. അപ്പോൾ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 24 മുതൽ 48 മണിക്കൂർ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ വേദനകളും അതുപോലെ തന്നെ ഈ സ്വെല്ലിങ്സുകളും മൂത്രത്തോടൊപ്പം രക്തം കലർന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ കാണേണ്ടതാണ്. വൃഷ്ണത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, ഏറ്റവും നൂതന ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് കൂടിയാണ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കാറുള്ളത്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.